സ്കൂൾ വെക്കേഷൻ സമയത്ത് സാധാരണ പ്രവാസി കുടുംബങ്ങൾ, കുട്ടികളും അവരുടെ ഭാര്യമാരും ഒക്കെ തിരിച്ച് ഗൾഫിലേക്ക് വിസിറ്റിങ്ങിന് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അത് ഇപ്രാവശ്യം ഉണ്ടായിട്ടില്ല എന്നത് തീർച്ചയായും പെരിന്തൽമണ്ണയിലെ വോട്ടിങ്ങിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു പ്രതിഫലം ആ കാര്യത്തിൽ ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. പെരിന്തൽമണ്ണയിലെ തെരഞ്ഞെടുപ്പ് ചൂട് നന്നായിട്ട് കൂടി. ഇനിയിപ്പോൾ അവസാന ലാപ്പിലാണ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ഒക്കെ ഓട്ടത്തിലാണ്. ഇവിടെ നമ്മോടൊപ്പം ഗ്ലോബൽ KMCCയുടെ ഭാരവാഹികളുണ്ട്. അപ്പോൾ അവർക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്നാണ് പറഞ്ഞത്. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായി ഭരണം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ പ്രവാസി സൗഹൃദപരമായ ഒരു സമീപനവും പ്രഖ്യാപനങ്ങൾക്ക് അപ്പുറത്തേക്ക് നിർവഹിച്ചിട്ടില്ല എന്നുള്ളത് കേരളീയ പൊതുസമൂഹത്തിനും പ്രവാസ ലോകത്തെ ആളുകൾക്കുമൊക്കെ നന്നായിട്ട് ബോധ്യമായ ഒന്നാണ്. ജോലി നഷ്ടപ്പെട്ട് തിരിച്ചു വരുന്ന പ്രവാസികൾക്ക് വലിയ പ്രഖ്യാപനം ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെ നടത്തിയത് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ തീർത്തും പ്രവാസി വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാടും നയങ്ങളും സ്വീകരിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ പോകുന്നത്. ഇപ്പോ പശ്ചിമേഷ്യയിൽ യുദ്ധ സാഹചര്യം നിലനിൽക്കുകയാണ്. വലിയ പ്രതിസന്ധി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രവാസ ലോകത്ത് ആളുകൾ വല്ലാത്ത ഭീതിയിലാണ്. ഏതെങ്കിലും തരത്തിലൊരു ആശ്വാസകരമായ ഒരു സ്റ്റേറ്റ്മെന്റ് പോലും യഥാർത്ഥത്തിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഒരു വേള ആ യുദ്ധം രൂക്ഷമായ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഗവൺമെന്റ് എന്ന നിലയിൽ എന്ത് നയപരമായ സമീപനമാണ് പ്രവാസികളുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട്, അവരെ തിരിച്ചുവരവുമായി ബന്ധപ്പെട്ട്, അവരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് എന്ത് തരത്തിലുള്ള സമീപനമാണ് ഈ സർക്കാർ സ്വീകരിക്കുക എന്നുള്ളത് പോലും നമുക്കറിയില്ല. അപ്പൊ ആ പശ്ചാത്തലത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പ്രവാസി വിരുദ്ധ സമീപനങ്ങൾ സ്വീകരിച്ചിട്ടുള്ള നയങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഇടതുപക്ഷ സർക്കാർ മാറണമെന്ന് തന്നെയാണ് പ്രവാസ ലോകത്തിന്റെ പൊതുമനസ്സ് നിലനിൽക്കുന്നത്. സ്കൂൾ വെക്കേഷൻ സമയത്ത് സാധാരണ പ്രവാസി കുടുംബങ്ങൾ, കുട്ടികളും അവരുടെ ഭാര്യമാരും ഒക്കെ തിരിച്ച് ഗൾഫിലേക്ക് വിസിറ്റിങ്ങിന് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അത് ഇപ്രാവശ്യം ഉണ്ടായിട്ടില്ല എന്നത് തീർച്ചയായും പെരിന്തൽമണ്ണയിലെ വോട്ടിങ്ങിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു പ്രതിഫലം ആ കാര്യത്തിൽ ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഇനിയിപ്പോ പെരിന്തൽമണ്ണയിൽ ഒരുപാട് പ്രവാസികൾ ഇപ്പൊ എത്തിയിട്ടുണ്ട്, യുദ്ധ സാഹചര്യമായിട്ടുണ്ട്. അപ്പോൾ ഈ പ്രവാസികൾ എത്തിയത് ആർക്കാ ഗുണം ചെയ്യുന്ന പലരും ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട്. ആർക്കാ ഗുണം ചെയ്യാം? തീർച്ചയായിട്ടും ഒരു സംശയമില്ലാതെ പറയാം, അത് നജീബ് കാന്തപുരത്തിന് തന്നെയാണ്. കാരണം പ്രവാസികൾ ഏറെ ഗൃഹാതുരതയോടുകൂടി നാട്ടിലെ ഓരോ സ്പന്ദനങ്ങളും സാഗൂതം വീക്ഷിക്കുന്നവരാണ്. കഴിഞ്ഞ 5 വർഷമായിട്ട് ഒരു കന്നി MLA എന്നുള്ള രീതിയിൽ പെരിന്തൽമണ്ണയിൽ എത്തിയ നജീബ് കാന്തപുരം ഈ 5 വർഷം കൊണ്ട് അദ്ദേഹത്തിന്റെ നിയമസഭയിലാണെങ്കിലും മറ്റുള്ള ജനങ്ങൾക്കിടയിലുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും പ്രകടനങ്ങളും എല്ലാവരും വീക്ഷിക്കുന്നതാണ്. ഇവിടെ വലിയൊരു വിമർശനം നടത്തുന്നത് അദ്ദേഹം കല്യാണ വീടുകളിലും മറ്റു വിശേഷ വീടുകളിലും മാത്രം കറങ്ങി നടക്കുന്ന ഒരു രീതിയിലാണ്. പക്ഷെ ജനങ്ങളെല്ലാവരും പ്രബുദ്ധരാണ്. കഴിഞ്ഞ 5 വർഷമായിട്ട് നിരന്തരം പെരിന്തൽമണ്ണയുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിയമസഭയിൽ ശബ്ദമുയർത്തിയിട്ടുള്ള ഒരു MLA ആണ്. അതോടൊപ്പം തന്നെ കേരളത്തിലെ സാമൂഹ്യ അവസ്ഥയിൽ ഗവൺമെന്റിന്റെ നിഷേധാത്മകമായ നിലപാടുകൾക്കെതിരെ ശക്തമായിട്ട് നിലപാടെടുത്ത് നിയമസഭയിൽ പോരാടിയത് കൊണ്ട് മുഖ്യമന്ത്രി അടക്കം ഭരണാധികാരികളുടെ എല്ലാവരുടെയും ശത്രുത ഏറ്റുവാങ്ങിയ ഒരാൾ കൂടിയാണ്. ആ ഒരു പ്രതികാര നടപടി എന്നുള്ള രീതിയിൽ മണ്ഡലത്തിന്റെ അടിസ്ഥാന വികസനത്തിനായിട്ട് അദ്ദേഹം ഉയർത്തിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിയമസഭയിലാണെങ്കിലും വിവിധ മന്ത്രാലയങ്ങൾ കയറി ഇറങ്ങിയാണെങ്കിലും അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലുകൾ അവര് ഇത് കൃത്യമായി ഫണ്ട് കൊടുക്കാതെ, അതുപോലെ തന്നെ പാസ്സായി കിടക്കുന്ന, ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ പുലാമന്തോളം കൊണ്ടുള്ള റോഡ് തന്നെ എല്ലാവരും പറയുന്നു അത് ഗവൺമെന്റിന്റെ പിടിപ്പുകേടാണ്, MLA-യുടെ കഴിവുകേടല്ല. അപ്പൊ ആ ഒരു രീതിയിൽ ഗവൺമെന്റ് തലത്തിൽ നിന്നും മണ്ഡലത്തിന് വാങ്ങിയെടുക്കേണ്ട എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം കൃത്യമായ ഇടപെടൽ നടത്തുന്നുണ്ട്, അതിനുവേണ്ടി പോരാടുന്നുണ്ട്. അതെല്ലാവർക്കും ജനങ്ങളുടെ മുന്നിൽ അത് കൃത്യമായിട്ട് അറിയാം. സമയാസമയങ്ങളിൽ അത് കൃത്യമായിട്ട് അത് ജനങ്ങൾ അറിയുന്നതാണ്. കുറ്റീരി മാനുപ്പയെ ഇപ്പൊ പെരിന്തൽമണ്ണക്കാർക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹം നേരത്തെ ഒരു പ്രവാസിയായിരുന്നു. ഇപ്പൊ പെരിന്തൽമണ്ണയിൽ സാമൂഹ്യ, ജീവകാരുണ്യ, സാംസ്കാരിക ഏത് മേഖലയുണ്ടോ അതിലൊക്കെ കുറ്റീരി മാനുപ്പയുടെ മുഖമുണ്ട്, അദ്ദേഹത്തിന്റെ സാന്നിധ്യമുണ്ട്. അദ്ദേഹം നമ്മുടെ ജില്ലാ ആശുപത്രിയിലെ HMC മെമ്പർ കൂടിയാണ്. അപ്പോൾ മുൻ പ്രവാസിയാണ്, എന്നാലും പ്രവാസികളുടെ എല്ലാ കാര്യത്തിലും നിങ്ങൾ കൂടി ഉണ്ട്. അവര് പറഞ്ഞത് ഇപ്പൊ ഞാൻ ഇദ്ദേഹത്തോട് ഇങ്ങനെ LDF സർക്കാർ നല്ല കാര്യങ്ങൾ ചെയ്തില്ലെന്ന് വെച്ചപ്പോൾ അദ്ദേഹം വ്യക്തമായി കുറെ കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു അപ്പൊ ഇവിടെ എന്താണ് ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് ജനങ്ങൾക്ക്, അപ്പൊ നിങ്ങളും കൂടി എല്ലാവരും ഈ പ്രവാസികളുടെ കുടുംബങ്ങളൊക്കെ ഇങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എന്താവും ഇവിടുത്തെ അവസ്ഥ? നമ്മുടെ നാട്ടിലെ ജീവിതത്തിൽ അത് നിർത്തി
ഏതോ ഒരു അറബ് രാജ്യത്ത് അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്ത് ജീവിക്കാൻ പോകുന്നത് തൻ്റെ കുടുംബം, വളർന്നു വരുന്ന മക്കൾ അടങ്ങുന്ന ആ കുടുംബം നല്ല ഉന്നതിയിലെത്തി സമൂഹത്തിനിടയിൽ ഉപകാരപ്രദമാവുന്ന മക്കളായി വളരുന്നതിൻ്റെ ഒരൊറ്റ ആഗ്രഹം കൊണ്ടാണ് പിഞ്ചു കുട്ടികളെ പോലും മറന്നുകൊണ്ട് മറ്റൊരു നാട്ടിൽ പോയി ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ് പ്രവാസികൾ. ആ പ്രവാസികൾക്ക് നജീബ് കാന്തപുരം എന്നുള്ള ആ ഒരു നാമം മൺമറഞ്ഞു പോയ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ലോകത്ത് മറക്കാനാവാത്ത മണിമുത്താണ് ഹൈദരലി ശിഹാബ് തങ്ങൾ. അദ്ദേഹത്തിൻ്റെ നാമത്തിൽ തുടങ്ങിയ IAS അക്കാദമിയിലൂടെ അതിൻ്റെ ഉന്നതിയാണ്. നമ്മുടെ രാജ്യത്തെ അല്ലെങ്കിൽ കേരളത്തിലെ ഉന്നത പദവി ചീഫ് സെക്രട്ടറി പദവിയാണ്. ആ അഡ്മിനിസ്ട്രേഷൻ പദവിയിലേക്ക് വരെ നമ്മളെ പെരിന്തൽമണ്ണയിൽ നിന്നും പഠിച്ച കുട്ടികൾ ഈ ഹൈദരലി ശിഹാബ് തങ്ങളുടെ നാമത്തിൽ പഠിച്ച കുട്ടികൾ എത്താൻ പോവാണ് വരും കാലങ്ങളിൽ. പെരിന്തൽമണ്ണക്ക് ചരിത്രമുണ്ട്. പെരിന്തൽമണ്ണയിൽ സബ് കളക്ടറായ ആൾ പോലും കേരളത്തിലെ ചീഫ് സെക്രട്ടറി ആയിട്ടുണ്ട്. പെരിന്തൽമണ്ണക്കാരനല്ലെങ്കിലും ഇന്ത്യയിലെ ഒരാളങ്ങനെ ആവുന്നുണ്ടല്ലോ. അതേപോലെ തന്നെ പെരിന്തൽമണ്ണ നാമം അങ്ങനെ വരും. അങ്ങനെ വരുമ്പോൾ ഈ ഗൾഫിലുള്ള ആളുകാരുടെ ആശങ്കകളല്ല, ഞങ്ങളുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ ആരോട് ചോദിക്കണമെന്നൊരു ഹയർ എഡ്യൂക്കേഷൻ വരുമ്പോൾ ആരോട് ചോദിക്കണം എന്നൊരു ചോദ്യം ഏതൊരു രക്ഷിതാവിൻ്റെയും വലിയ ആഗ്രഹമാണ്. ആ ആഗ്രഹത്തിനൊക്കെ ഉത്തമ മാതൃകയാണ് നമ്മുടെ നജീബ് കാന്തപുരം പെരിന്തൽമണ്ണക്ക് സമ്മാനിച്ച ഏറ്റവും അമൂല്യമായൊരു സ്വത്താണത്. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു കാര്യം. കല്യാണം കഴിഞ്ഞ് കുറച്ചു കാലം ഫാമിലി പ്ലാനിങ് ഒക്കെയാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ പതിയെ എല്ലാവർക്കും കാര്യം മനസ്സിലായപ്പോൾ ആ പ്ലാനും കൈവിട്ടു. കുട്ടികളില്ലാത്തതിനേക്കാളും വിഷമമാണ് കുട്ടികളായില്ല എന്നുള്ള ചോദ്യം സഹിക്കുന്നത്. ഒരു ദിവസം ഇവിടെ ഷോപ്പിൽ വന്നൊരു കസ്റ്റമറാണ് ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനെ കുറിച്ച് പറയുന്നത്. വിശേഷത്തിന് തുടക്കമാവുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.